നമസ്കാരം. RVS മാത്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ S3യുടെ പോർഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ ഇന്റഗ്രൽ ടൈപ്പ് 2ന്റെ ബാക്കി പ്രോബ്ലമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയൽ ഇന്റഗ്രലിന്റെ ടൈപ്പ് 2 എന്തുവാ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്ലനേഷനും പ്രോബ്ലം കൂടെ ആയപ്പോൾ എനിക്ക് അത് ബാക്കി പ്രോബ്ലം എനിക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്യണം. ഇന്ന് രണ്ട് പ്രോബ്ലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയും ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എക്സാമിന് ചോദിച്ചത് തന്നെ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ടൈപ്പ് 2ലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത് പ്രോബ്ലം തീർന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to infinity x² plus a² into x² plus b² dx. ഇത് ടൈപ്പ് 2 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഫസ്റ്റ് കാര്യം. ടൈപ്പ് 2 ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയൽ ഉണ്ട്. ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ എന്തുവാണ്? ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ x² എന്നുള്ള, അതായത് 2 ആണ്. ഡിനോമിനേറ്റർ x² into x² വരുമ്പോൾ x raised to 4. സോ ഡിഗ്രി ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്ന 4 ആണ്. 4 minus 2 is equal to 2 വരുന്നുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 എങ്കിലും ഡിഫറൻസ് വരണം. കൂടുതൽ ഡിഫറൻസ് വന്നാൽ അത്രയും സന്തോഷം. ആ 2 എന്നുള്ള ഡിഫറൻസ് വരണം എന്നുള്ളത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞ എന്തുവാണ്, ലിമിറ്റ് എന്ന് പറയുന്നത് -∞ to infinity ആയിരിക്കണം. അതിവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, 0 to infinity വന്നിരിക്കണം. അപ്പോൾ അത് ടൈപ്പ് 2ൻ്റെ ലക്ഷണമല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ 0 to infinity എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിന് നമുക്ക് -∞ to infinity എന്നാക്കാനായിട്ട് ക്വസ്റ്റ്യനിൽ ഫ്രണ്ടിൽ 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ പറഞ്ഞു നിർത്തി. പക്ഷേ ഈ പ്രോബ്ലം നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ലെങ്ത് 25 മിനിറ്റ്സിൽ കൂടുതലായതുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ അവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്തോളൂ. നമുക്ക് -∞ to infinity എന്നാണ് ലിമിറ്റ് വരേണ്ടത്. എവിടെയെങ്കിലും ക്വസ്റ്റ്യനകത്ത് 0 to infinity എന്ന് കണ്ടാൽ ഈ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിലാണ് 1/2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മിക്കവാറും ഈവൻ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്റഗ്രൽ 0 to infinity f(x) കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിൽ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ഇന്റഗ്രലിൻ്റെ ലിമിറ്റ് -∞ to infinity എന്നാക്കുന്നു. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ഇവാലുവേറ്റ് എന്നുള്ള ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ അത് എന്ത് ചെയ്തുവാണ്, ഇന്റഗ്രൽ 0 to infinity x², ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒത്തിരി തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. x² plus a² into x² plus b² dx is equal to, എനിക്ക് അയാളെ -∞ to infinity ആക്കാനായിട്ട് ഫ്രണ്ട് ഞാൻ 1/2 മൾട്ടിപ്ലൈ ചെയ്തു. ഇന്റഗ്രലിൻ്റെ ലിമിറ്റ് നോക്കിക്കൊള്ളാം. ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് -∞ to infinity എന്നും ആക്കി. x² plus a² into x² plus b². ഇയാളെ ഞാൻ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. എൻ്റെ ക്വസ്റ്റ്യൻ ഇത് ഫൈൻഡ് ചെയ്യാനായിരുന്നു, ഇവാലുവേറ്റ് എന്നാണ് ചോദിച്ചത്. ഞാൻ അതിനെ എൻ്റെ ആവശ്യം അനുസരിച്ച് ഇങ്ങനെ മാറ്റി. ഇപ്പോൾ എൻ്റെ ഈ LHS പാർട്ട് എന്ന് പറയുന്നത്, ഈ പാർട്ട് എന്തുവാണ്, ഈ RHS പാർട്ട് എന്ന് പറയുന്നത് എന്തുവാണ്, എൻ്റെ ടൈപ്പ് 2 പോലെ നിൽക്കുന്നത്. ലിമിറ്റ് -∞ to infinity ആണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോളിനോമിയലാണ്. ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുവാണ്. ഇന്റഗ്രൽ 0 to infinity എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ 1/2 ഇൻറ്റു ഇന്റഗ്രൽ -∞ to infinity എന്നാക്കി. ഇതിപ്പോൾ നമുക്ക് ടൈപ്പ് 2 ആയിട്ടുണ്ട്. ടൈപ്പ് 2 എന്ന് പറയുന്നതിന് നമുക്ക് എന്തുവാ, ഇസറ്റിലോട്ട് ആക്കിയാൽ അല്ലെങ്കിൽ കോഷീസ് ഫസ്റ്റ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇസറ്റിലേക്ക് ആക്കണേ, നമ്മളെപ്പോഴും ടൈപ്പ് 2 കിട്ടിയാൽ ആദ്യം എഴുതേണ്ടത് എന്താണ്, ചൂസ് ഗാമ കൺസിസ്റ്റിംഗ് ഓഫ് റിയൽ ആക്സിസ് ഫ്രം -r to r and upper semicircle C such that mod z is equal to r. ഈ സ്റ്റെപ്പ് എഴുതാൻ വിട്ടുപോരുത്. ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ആസ് r tends to infinity, നമ്മുടെ ഈ തന്നേക്ക് ഈ ഒരു പാർട്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് അതിനെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ -∞ to infinity x² plus a² into x² plus b² dx is equal to integral over gamma z² plus a² into z² plus b² dz. ഇന്റഗ്രൽ ഓവർ ഗാമ എക്സിനെ എല്ലാം മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതി, ഇസറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എക്സിനെ എല്ലാം മാറ്റി ഇസറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് എന്തുവാണ്, എന്ത് ഫോമിൽ, ഇന്റഗ്രൽ ഓവർ ഗാമ f(z) dz എന്നുള്ള ഫോമായി. ഇങ്ങനെ ഇക്വേഷൻ 2 എഴുതി. ഇക്വേഷൻ 2 ക്യാൻ ബി സോൾവ് യൂസിങ്
കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പോൾ ഫൈൻഡ് ചെയ്യണം, റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം അല്ലേ? അപ്പോൾ പോൾ ഫൈൻഡ് ചെയ്യാൻ ഡിനോമിനേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ z² + a² × z² + b² = 0. അപ്പോൾ ഓരോന്നിനെയും സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z² + a² = 0 ആൻഡ് z² + b² = 0 എന്നാവും. z² = -a². അപ്പോൾ z ± i എന്നായി. അതുപോലെ z -b² ആണിത്. b² അപ്പുറത്തേക്ക് പോകുമ്പോൾ z ± ib ആയി. ഇതെല്ലാം എന്താണ്? സിമ്പിൾ പോളാണ്. കാരണം ഈ ഫാക്ടറിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇതെല്ലാവരും സിമ്പിൾ പോളാണ്. z ± ia, ± ib ആർ സിമ്പിൾ പോൾസ്. തീർന്നില്ലല്ലോ. അവിടെ നമുക്കൊരു മാർക്ക് കിട്ടി. നമുക്ക് ഇതിൽ ആരൊക്കെ അകത്ത് ആരൊക്കെ പുറത്തെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എന്തുവാണ് ഇവിടുത്തെ കർവ് എന്ന് പറഞ്ഞാൽ അപ്പർ സെമി സർക്കിളാണ്. ഫ്രം -r to r, c എന്ന് പറഞ്ഞാൽ റിയൽ ആക്സിസിൽ -r to r ഉം ദെൻ അപ്പർ സെമി സർക്കിൾ c എന്നാണ് നമ്മളിവിടെ ഗാമ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞതാണ് പോസിറ്റീവ് ഇമാജിനറി വാല്യൂസേ വരത്തുള്ളൂ. അതിൽ പോസിറ്റീവ് വാല്യൂസ് എല്ലാം നമുക്ക് അകത്തുള്ള പോയിന്റും മൈനസ് വാല്യൂസ് എല്ലാം പുറത്ത്. കാരണം ഈ ആക്സിസിൻ്റെ താഴേക്കല്ലേ വരുന്നത്. അപ്പം ഈ -iaയും -ibയും ഈ തന്നേക്കുന്ന കർവിൻ്റെ പുറത്താണ്. +iaയും +ibയും മുകളിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇമാജിനറി ആക്സിസിൽ തന്നെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന വാല്യൂ. അപ്പോൾ ആ 2 പോയിന്റും മാത്രമേ ഇൻസൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്ത് എഴുതുവാണ്. z = ia, ib ലൈസ് ഇൻസൈഡ് ഗാമ. ഓക്കെ. അതുപോലെ z = -ia, -ib ലൈസ് ഔട്ട്സൈഡ് ഗാമ. നമുക്ക് ഇൻസൈഡ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? റെസിഡ്യൂ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആവശ്യമുള്ളത് z = iaയും ibയും മാത്രമാണ്. അതിന് നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. സിമ്പിൾ പോളാണ്. സിമ്പിൾ പോളിൻ്റെ ഫോമിൽ എന്തുവാണ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്? റെസിഡ്യൂ ഓഫ് f of z at z = a = ലിമിറ്റ് z tends to a z minus a into f of z. ഈ ഫോമുലയാണ് നമ്മൾ ഈ രണ്ടുപേർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റെസിഡ്യൂ ഓഫ് f of z at z = ia ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. this is equal to limit z tends to ia z minus ia into f of z എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫംഗ്ഷൻ z² z = ia എന്ന് പറഞ്ഞ് കിട്ടിയത് z² + a² 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴല്ലേ ia കിട്ടിയത്. അപ്പോൾ ആ z² + a² ഞാനിവിടെ ഫാക്ടറൈസ് ചെയ്ത് z + ia into z minus i എന്ന് എഴുതാം. മറ്റയാളെ ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ഫാക്ടർ ഇവിടെ വരുന്നില്ല. ക്യാൻസലായി പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അയാളെ ഞാനൊന്നും ചെയ്യാത്തത്. ഇവിടെ എഴുതുന്ന ഫാക്ടർ എന്തായാലും ഡിനോമിനേറ്ററിലായിട്ട് എപ്പോഴും കട്ടായി പോകാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ആ z minus ia കിട്ടിയത് എനിക്ക് z² + a² 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് അതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതിയത്. ഓക്കെ. ഇനി z നെ ia സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ia the whole square, അതായത് -a² by ia plus ia എന്ന് പറഞ്ഞാൽ 2ia into -a² plus b² എന്ന് വന്നു. ഓക്കെ. റെസിഡ്യൂ ഓഫ് f of z at z = ia എന്ന് പറഞ്ഞാൽ -a² by 2ia into -a² plus b². ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇത് ഞാൻ എഴുതി നിർത്തി. അടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? റെസിഡ്യൂ ഓഫ് f of z at z = ib ഫൈൻഡ് ചെയ്യണേ. റെസിഡ്യൂ ഓഫ് f of z at z = ib. അപ്പോൾ ഫോമുല എങ്ങനെയാണ് വരേണ്ടത്? ലിമിറ്റ് z tends to ib z minus ib into z² by ഡിനോമിനേറ്ററിൽ z² + a² ഞാൻ ഫാക്ടറൈസ് ചെയ്യുന്നില്ല. z = ib എനിക്ക് വന്നത് z² + b² 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോഴാണ്. സോ അതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതുവാണ് z + ib into z minus ib. അതിൽ z - ib കട്ടായിപ്പോയി. ഇനി ഞാൻ z ib സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ib the whole square is equal to -b² by 2ib into ഇവിടെ എന്താ വരിക? z² എന്ന് പറയുമ്പോൾ -b² plus a² എന്ന് വന്നു. എഴുതി നിർത്തി. നമുക്ക് രണ്ട് റെസിഡ്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാം. therefore by കോഷീസ് റെസിഡ്യൂ തിയറം integral over gamma f of z dz is equal to 2πi into sum of residues. Sum of residues inside gamma. തന്നിട്ടുള്ള കർവിനകത്തുള്ള ആൾക്കാരുടെ മാത്രം റെസിഡ്യൂ. therefore integral over gamma f of z dz is equal to 2πi into ആദ്യം കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ
അത് കിട്ടിയ ആൻസർ -a². ഇവിടുത്തെ ബിയും ഇവിടുന്ന് ഒരു ബിയും ക്യാൻസലായി പോയി. അത് ഞാൻ പറയാൻ പറ്റും. ഇവിടുന്ന് a² ഒരു എയും ഈ ഒരു എയും ക്യാൻസലായി പോയി. ഓക്കെ, ക്യാൻസലായി പോയി. അടുത്ത് ഞാൻ ഈ മൈനസ് സൈനിനെ താഴേക്ക് കൊണ്ടുവരുവാണെങ്കിൽ നമുക്കിതിനെ a/2i ഇൻറ്റു ഈ മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് a² - b² എന്നോ. അപ്പോൾ അതേപോലെ ഇതിനെ വേണമെങ്കിലും മൈനസ് അകത്തേക്ക് വരുവാണെങ്കിൽ ഇതെങ്ങനെ വരും? b/2i ഇൻറ്റു ഇതിപ്പോൾ അങ്ങനെ മൈനസ് ഇവിടെ കിടന്നോട്ടെ, -b/2i ഇൻറ്റു a² - b². എൻ്റെ ആവശ്യം രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഒന്നുപോലെ ആക്കണം എന്നാണ്. അപ്പോൾ ഞാനിവിടെ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യത്തെ ആൾ a/2i ഇൻറ്റു a² - b². ആദ്യമേ ഞാനത് അറേഞ്ച് ചെയ്യാതിരുന്നത് ഇവിടെ എന്ത് ആൻസർ കിട്ടണോ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. രണ്ടാമത്തെ ടേം -b/2i ഇൻറ്റു a² - b². ഓക്കെ, ഇവിടെ രണ്ടിടത്തു നിന്നും 2i കോമൺ ആയിട്ട് എടുത്താൽ 2πi/2i ഇൻറ്റു a² - b² ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റിനകത്ത് a - b ആ വരുന്നത്. ഈ 2i ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും കട്ടായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു π/a² - b²നെ a+b ഇൻറ്റു a - b എന്ന് എഴുതാമല്ലോ, ഇൻറ്റു ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന a - b. സോ a - b കട്ടായി പോയി. π/a+b എന്ന് എനിക്ക് ആൻസർ കിട്ടി. ഇതാണോ നിങ്ങളുടെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ? അല്ല, ഇതല്ല ആൻസർ. കാരണം ഇത് നമ്മുടെ ഇക്വേഷൻ 2ൻ്റെ ആൻസറാണ് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഇൻ്റഗ്രൽ 0 to ∞ x² plus a² into x² plus b² dx is equal to 1/2 into integral -∞ to ∞ x² by x² plus a² into x² plus b² dx നമ്മൾ എഴുതി നിർത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ കിട്ടിയത് ഇൻ്റഗ്രൽ ഓവർ ഗാമയുടെയാണ്. ഈ ഇൻ്റഗ്രൽ ഓവർ ഗാമ അവിടെ എന്തുമായിരുന്നു? ഇൻ്റഗ്രൽ എന്തിനുള്ളതായിരുന്നു? -∞ to ∞ x² by x² plus a² into x² plus a² into x² plus b²ൻ്റെ ആൻസറാണ് നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത്. സോ ഇതിനെ അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തായി മാറും? 1/2 into π/a+b. ഓക്കെ, ഇപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആയത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ഇങ്ങനെ തന്നെ അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോബ്ലം നമുക്ക് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ എയും ബിയും ജനറലായിട്ട് പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ഇൻ്റഗ്രൽ 0 to ∞ x² by x² plus 4 into x² plus 9 dx ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇൻ്റഗ്രൽ -∞ to ∞ 1 by x² plus 4 into x² plus 25 dx ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ a² b² എന്ന് ഇട്ടതിന് പകരം ഇവിടെ എന്താ 4 9 2² ഇവിടെ എന്താ b² എന്ന് പറയുമ്പോൾ 3² ആണ്. അപ്പോൾ ഈ ഇതേ ആൻസർ ഇതേ ഫോമിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെയല്ല എക്സാം ഞാൻ ഈ ചെയ്തതുപോലെ തന്നെയാണ് പ്രൊസീജിയർ എല്ലാം വരുന്നത്. ഞാൻ 4 9 എന്നിട്ട് ചെയ്യുന്നതിന് വരെ a എന്ന് b എന്നും പറഞ്ഞ് ചെയ്തു. നിങ്ങൾക്ക് പിന്നെ എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 2017 നിങ്ങൾ സീനിയേഴ്സിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, using contour integration evaluate integral -∞ to ∞ x² - x plus 2 by x⁴ plus 10x² plus 9 dx. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്നു എന്തുവാണ് ഇത് ടൈപ്പ് 2 ആണ്. കാരണം ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2ഉം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 4ഉം ആണ്. 4 - 2 is equal to 2 ആണ് കിട്ടുന്നത്. സോ അപ്പോൾ നമുക്ക് എന്തുവാണ് ടൈപ്പ് 2 ആണ്. ലിമിറ്റ് -∞ to ∞ ആണ്. അപ്പോൾ ആദ്യമേ എന്ത് എഴുതാം? ചൂസ് ഗാമ കൺസിസ്റ്റിംഗ് ഓഫ് real axis from -r to r and upper semicircle C such that mod z is equal to r. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? therefore തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ -∞ to ∞ x² minus x plus 2 by x⁴ plus 10x² plus 9 plus 9 dx is equal to integral over gamma x² എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എല്ലാം z ടേം z² minus z plus 2 the whole by z⁴ plus 10z² plus 9 okay into dz. ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ ഗാമ f of z dz എന്ന് വിളിക്കാം. ഇയാളാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1 can be solved using
കോഷീസ് റെസിഡ്യൂ തിയറം 2 മാർക്കായി കഴിഞ്ഞു നമുക്ക്. നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ 1 മാർക്ക്, ഈ സ്റ്റെപ്പിലെത്തിയപ്പോൾ നമുക്ക് 1 മാർക്ക്. കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. ഇനി പോൾ ഫൈൻഡ് ചെയ്യാനാണ് അടുത്ത മാർക്ക്. അപ്പോൾ ഡിനോമിനേറ്ററിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9ഉം ആഡ് ചെയ്യുമ്പോൾ 10ഉം വരണം. ഇവിടെ ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, z⁴ ആണ് കിടക്കണമെങ്കിലും നമുക്കിതിന് z² + 9 × z² + 1 = 0 എന്ന് എഴുതിക്കൂടെ? കാരണം നോക്കിക്കേ, 9 × 1 ആണ് 9, 9 + 1 ആണ് 10, z² × z² ആണ് z⁴. ഓക്കെ, അപ്പോൾ ഇയാളിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം z² + 9 = 0 ആൻഡ് z² + 1 = 0. തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, z² + a² × z² + b² എന്നുള്ള പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ന്യൂമറേറ്ററിൽ z² എന്ന് മാത്രമല്ല, ഇവിടെ ഒരു -z+2 കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ സംഭവമാണെന്ന് തോന്നും, പക്ഷേ ചെയ്തു വന്നപ്പോൾ കണ്ടു ഭയങ്കര എളുപ്പമുള്ള ഫംഗ്ഷനാണ് നമുക്ക് ഡിനോമിനേറ്റർ വന്നേക്കുന്നത്. ഇവിടുന്ന് z² -9 = 9 അപ്പുറത്തേക്ക് പോകുമ്പോൾ -9 ആവും. z = ± 3i9. z² + 1 = 0യിൽ നിന്ന് z² = -1, z = ± i എന്നുമായി. അപ്പം നമുക്ക് പോള് കിട്ടിയല്ലോ. Therefore, z = ± 3i, ± i are എന്ത് പോളാണിത്? സിമ്പിൾ പോളാണ്. ആർ സിമ്പിൾ പോൾസ്. ഓക്കെ, ഇതിൽ ആരൊക്കെ അകത്തുള്ളത്? കാരണം നമുക്കറിയാം ഇവിടെ നമുക്ക് അപ്പർ സെമി സർക്കിളിനകത്ത് വരുന്നത് 1ഉം 3ഉം അകത്ത് വരും, ബട്ട് -1ഉം -3ഉം പുറത്ത് വരും. അതായത് iയും 3iയും അകത്താണ്. z = i, 3i lies inside gamma. Whereas z is equal to -i, -3i lies outside gamma. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിനകത്ത് a² b² എന്നുള്ളതിന് പകരം ചെയ്തു വന്നപ്പോൾ നമുക്കത് 9ഉം 1ഉം തന്നെ ഇവിടെയും വന്നു. അപ്പോൾ അതേ പ്രൊസീജിയർ ഇവിടെ എന്താ, സിമ്പിൾ പോൾ ആയത് കാരണം ഫോമിൽ ഞാൻ എഴുതുന്നില്ല, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയതാണ്. z = iൻ്റെ ഫൈൻഡ് ചെയ്യുവാണ്. റെസിഡ്യൂ ഓഫ് f of z at z is equal to i is equal to limit z tends to i z - i into f of z എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ എഴുതാൻ മറക്കരുത്. z² - z + 2 the whole by, എനിക്ക് ഡിനോമിനേറ്ററിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, z² + 9 × z² + 1 എന്ന്. അതിൽ z² + 1ൽ നിന്നാണ് z - i × z + i വരുന്നത്. സോ അതിനെ മാത്രം z + i × z - i എന്ന് എഴുതിയിട്ട് z² + 9നെ ഞാൻ അതുപോലെ തന്നെ എഴുതി. z - iയും z - iയും കട്ടായി പോയി. ഇനി z-ന് i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ i² ആണ് വരുന്നത്. i² എന്ന് പറഞ്ഞാൽ -1 -i + 2 the whole by i + i എന്ന് പറഞ്ഞാൽ 2i into ബ്രാക്കറ്റിനകത്ത് i², that is -1. -1 + 9 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒന്നുകൂടെ നമുക്ക് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ -1ഉം +2 എന്ന് പറയുമ്പോഴേക്കും 1 - i by 2i into 8 എന്ന് പറയുമ്പോൾ 16i. നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടി എങ്ങനെ വരണം എന്നുള്ള അനുസരിച്ച് ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാമേ. അടുത്ത റെസിഡ്യൂ ഓഫ് f of z at z is equal to 3i ഫൈൻഡ് ചെയ്യുവാണ്. റെസിഡ്യൂ ഓഫ് f of z at z is equal to 3i is equal to limit z tends to 3i z - 3i into ബ്രാക്കറ്റിനകത്ത് z² - z + 2 by ഡിനോമിനേറ്ററിൽ z² + 1 നമ്മൾ അതുപോലെ തന്നെ എഴുതി. z² + 9ന് z + 3i into z - 3i എന്ന് എഴുതി. z - 3i z - 3i ക്യാൻസലായി പോയി. അടുത്ത z-ന് 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 3i the whole square എന്ന് പറഞ്ഞാൽ 3i², i² വരുമ്പോൾ മൈനസ് വരുന്നുണ്ട്, 3² 9 ആണ്. സോ -9 - 3i + 2 the whole by, ഇത് നോക്കിക്കേ, z² എന്ന് പറയുമ്പോൾ എന്താ, 3iയുടെ സ്ക്വയർ, ദറ്റ് ഇസ് -9 -9 + 1 എന്ന് പറഞ്ഞാൽ -8 into 3i + 3i എന്ന് പറഞ്ഞാൽ 6i ആണ്. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു -9 + 2 എന്ന് പറഞ്ഞാൽ -7 - 3i by -48i എന്ന് വരുന്നുണ്ട്. ഓക്കെ, വേണമെങ്കിൽ മൈനസിൻ്റെ മുകളിലേക്ക് കൊടുക്കുമ്പം ഇതെങ്ങനെ വരും? ഇത് ഈസ് ഈക്വൽ ടു 7 + 3i by 48i എന്ന് വരുന്നുണ്ട്. ഓക്കെ, therefore integral over gamma by Cauchy's residue theorem f of z dz is equal to 2πi into ഇപ്പോൾ കിട്ടിയ ആൻസർ 1 - i by 16iയും രണ്ടാമത്തത് +7 + 3i by 48i എന്നും വന്നു, which is equal to 2πi into, ഞാനിവിടെ LCM എന്ന് പറയുന്നത് 48i എടുക്കുവാണേ. 16 × 3 ആണ് നമുക്ക് എന്ത് വേണം, 16 × 3 ആണ് 48 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 × 1 - i +7 + 3i എന്ന് വരും അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു
2ഉം 48ഉം പോകുമ്പോൾ ഇത് 24 വരുന്നുണ്ട്. ഐയും ക്യാൻസൽ ആവുന്നുണ്ട്. സോ പൈ ബൈ 24 ഇൻറ്റു 3i മൈനസ് 3 മൈനസ് 3i പ്ലസ് 7 പ്ലസ് 3i എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മൈനസ് 3iയും പ്ലസ് 3iയും പോയി. 3 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 10 മാത്രമാണ് അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 10ഉം 24ഉം കൂടെ ക്യാൻസലായി പോവുകയാണെങ്കിൽ 5 പൈ ബൈ 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ദെയർഫോർ ഇതിനെ കൊണ്ട് നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും. ദെയർഫോർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് 10 എക്സ് സ്ക്വയർ പ്ലസ് 9 ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസ് ഡി സി ജി കിട്ടി. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആൻസർ 5 പൈ ബൈ 12 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രോബ്ലം തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്ഥിരമായി ചോദിക്കുന്ന വേറെ 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4, അത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 6. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ എൻ്റെ ടൈപ്പ് 2ൻ്റെ എല്ലാ വീഡിയോയും നമുക്ക് തീരത്തുള്ളൂ. ഇതിൽ ഈ 1 പ്ലസ് എക്സ് റൈസ് ടു 4 ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. 1 പ്ലസ് എക്സ് റൈസ് ടു 6 ഒരേ ഒരു തവണ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 2 പ്രോബ്ലം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അടുത്ത് വരുന്നത്. പിന്നെ നമുക്ക് ടൈപ്പ് 3യുടെ ഒരൊറ്റ വീഡിയോയും കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോർഷൻ ഫുൾ തീരും. അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ മോഡൽ 1 and 2 മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 മോഡ്യൂളിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 3 മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ K2വിൻ്റെ ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. പിന്നെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ പ്രീവിയസ് 2015 സ്കീമിൽ നിങ്ങളുടെ ഈ മോഡ്യൂൾ 4ഉം 5ഉം അവർക്ക് പാർട്ട് ബി എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ടായിരുന്ന പോർഷനാണ്. അപ്പോൾ അത് ചെയ്തിടുമ്പോൾ നിങ്ങൾക്ക് ഈ 2 മോഡ്യൂളിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാ മോഡ്യൂൾസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം. നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞല്ലോ ഈ 2 ക്വസ്റ്റ്യൻസുമാണ് ഇനി ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടൈപ്പ് 3 കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും.